ഹലോ മക്കളെ, കഴിഞ്ഞ ദിവസം +2 ബോർഡ് എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ മക്കൾക്കും അഭിനന്ദനങ്ങൾ. ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നിമിഷം ഒരുപാട് മക്കൾ ചിലപ്പോൾ കുറച്ച് ടെൻഷനിലായിരിക്കും. കാരണം വിചാരിച്ച മാർക്ക് ലഭിച്ചു കാണില്ല. +2 ബോർഡ് എക്സാം അത് ഗംഭീരമായിട്ട് എഴുതി, പക്ഷേ എൻ്റെ മാർക്ക് അല്പം കുറഞ്ഞുപോയി, ഞാനിനി എന്ത് ചെയ്യുന്നതായിരിക്കും ബഹുഭൂരിഭാഗം പേരുടെയും വേവലാതി എന്ന് പറയുന്നത്. ഈ കാണുന്ന വീഡിയോ മൊത്തമായിട്ട് എല്ലാവരും കാണുക. സോ വളരെ വ്യക്തമായിട്ട് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്ന് പറയുന്ന കാര്യം. ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്നുണ്ടാവും, ഞാനിനി ഇമ്പ്രൂവ്മെൻ്റ് എഴുതാം. +2 ബോർഡ് എക്സാം കഴിഞ്ഞു, ഒരല്പം മാർക്ക് കുറവുണ്ട്. ചിലവ് എന്താണ് മെയിൻലി പറയുമ്പോൾ 5A+ ഉള്ളവർ അല്ലെങ്കിൽ 4A+ ഉള്ളവർ ഇപ്പോൾ ചിന്തിക്കും, എനിക്ക് കുറച്ചും കൂടി പഠിച്ച് ഇനി സമയമുണ്ടല്ലോ, ഈ സമയം ഞാൻ പഠിച്ചുകൊണ്ട് 6A+ വാങ്ങി ഫുൾ A+ലേക്ക് എത്താമെന്ന്. പക്ഷേ ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ കാണുന്ന എക്സാം എഴുതുന്നു, ഇതിൻ്റെ റിസൾട്ട് വരുന്നു, എപ്പോഴായിരിക്കും ഇതിൻ്റെ എക്സാം റിസൾട്ട് വരിക? എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് പോലും ജൂൺ മാസം അവസാന വാരമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. എക്സാം റിസൾട്ട് വരുമ്പോൾ എന്തായാലും ജൂലൈ മാസം എല്ലാം തന്നെ കഴിയും. ആ നിമിഷമാകുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാ കോഴ്സിൻ്റെയും അഡ്മിഷൻ എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കും. സോ അതുകൊണ്ട് ഈ കാണുന്ന മാർക്ക് കൊണ്ട് നമുക്ക് ഉപകാരമുണ്ടോ എന്നാണ് എല്ലാവരും ഈ നിമിഷം ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇനി ഇതിന് പുറമെ മറ്റൊരു കാര്യം ഉറപ്പിക്കട്ടെ എല്ലാവരെയും, നിങ്ങളെല്ലാവരും പഠിക്കാൻ വേണ്ടി പോകുന്ന ക്യാമ്പസ് ഗംഭീരമാകണമെങ്കിൽ, ആ കാണുന്ന എല്ലാ ഗംഭീരമായ ക്യാമ്പസിനകത്തും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിരിക്കണം. സോ ഈ കാണുന്ന എൻട്രൻസ് എക്സാമിനേഷൻ്റെ മാർക്കായിരിക്കും ബഹുഭൂരിഭാഗം എല്ലാ ക്യാമ്പസിനകത്തും ഏറ്റവും നല്ല ക്യാമ്പസിൽ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും എടുക്കുക. സോ ഓർക്കുക, എൻട്രൻസ് എക്സാമിൻ്റെ മാർക്കാണ് എല്ലായിടത്തും കൺസിഡർ ചെയ്യുക, അല്ലാതെ +2 ബോർഡ് എക്സാമിൻ്റെ അല്ല. ഈ നിമിഷം നിങ്ങൾ +2 ബോർഡ് എക്സാമിന് വീണ്ടും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സമയം ചെലവഴിക്കുകയാണെങ്കിൽ ആലോചിക്കുക, ഏകദേശം 1 മാസത്തോളം വീണ്ടും നിങ്ങൾ ചെലവഴിക്കുന്നു +2 ബോർഡ്സിന് വേണ്ടി. ആ കാണുന്ന മാർക്ക് കൊണ്ട് നമുക്ക് എന്താണ് ഇനി അധികം ഉപകാരവുമില്ല. ഈ നിമിഷം നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്, നെക്സ്റ്റ് കോഴ്സിലേക്ക് എത്താനുള്ള ഏറ്റവും ഗംഭീരമായ എൻട്രൻസ് എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുക, ഏറ്റവും ഗംഭീരമായ ക്യാമ്പസിൽ നിങ്ങൾ പ്രവേശിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് തന്നെയാണ് ഈ നിമിഷം ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്. ഇന്ത്യക്കകത്ത് ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്, നീറ്റ് ഉണ്ട്, JEE ഉണ്ട്, QET ഉണ്ട്, ഒരുപാട് എക്സാംസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇതാ സൈലത്തിനകത്ത് നമ്മൾ നീറ്റ് അതുപോലെ തന്നെ JEE എക്സാംസിൻ്റെ എല്ലാം തന്നെ റിപ്പീറ്റർ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. സോ നിങ്ങളുടെ സ്വപ്നം നീറ്റ് അതുമല്ലെങ്കിൽ JEE, ഇൻ കേസ് ഒരുപാട് പേര് സ്വപ്നമായിരിക്കും JEE എക്സാം എഴുതിക്കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഗംഭീരമായ ക്യാമ്പസ് ആയിട്ടുള്ള IISc അല്ലെങ്കിൽ IISER എല്ലാം തന്നെ പ്രവേശിക്കുക എന്ന് പറയുന്നത്. മക്കളെ, സൈലത്തിനകത്ത് റിപ്പീറ്റർ ബാച്ച് എല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ മക്കളും നേരെ ഇങ്ങോട്ട് വരിക, ഗംഭീരമായിട്ട് 1 ഇയർ റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് കൊണ്ട് നമുക്ക് എന്താണ് നെക്സ്റ്റ് അക്കാദമിക് ഇയറിനകത്ത് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ, നിങ്ങളുടെ സ്വപ്നം എന്താണോ, സ്വപ്നത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് നമുക്ക് എന്താണ് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കുന്നത് ആയിരിക്കും. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഒരൽപ്പം സംശയം ഉണ്ടാകും, മാർക്ക് അല്പം കുറവല്ലേ, എനിക്ക് സ്കോളർഷിപ്പ് ഒന്നും ലഭിക്കില്ലല്ലോ എന്ന്. മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സ്കോളർഷിപ്പ് നേടിത്തരുന്ന സൈലത്തിൻ്റെ എക്സാമിനേഷൻ ഉണ്ട്, സൈലം സാറ്റ് എക്സാം നിങ്ങൾ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കാണുന്ന എക്സാമിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ 100% സ്കോളർഷിപ്പ് വരെ ലഭിക്കാവുന്നതാണ്. സോ നാളെയാണ് പരീക്ഷ വരുന്നത്. സോ നാളെ എല്ലാ മക്കളും ഗംഭീരമായിട്ട് ഈ കാണുന്ന എക്സാം എഴുതുക. എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് നിങ്ങൾ എല്ലാവരും ഗംഭീരമാക്കി മാറ്റുക. ആശംസിച്ചുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. സോ ഗൈസ്, ബൈ, താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് AK ഫ്രം Xylem Learning.